Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 അക്കൗണ്ടൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ പാസ് എബോവ് മാർക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നു. അതുപോലെ തന്നെ എങ്ങനെയും ഒന്ന് പാസ് ആവണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സ്റ്റുഡൻസിനും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനൽ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മസ്റ്റായും കോൺടാക്ട് ചെയ്യണം 7012787895. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം +2 അക്കൗണ്ടൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് പാസ് ആവാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡെഫിനിഷൻ ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കും. സോ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, അതായത് നമ്മുടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും അതുപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ആ ഒരു സംഭവം ചെയ്ത തെറ്റും അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നേരെ ചെയ്യാൻ അറിയില്ല എന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മസ്റ്റായിട്ട് അതിൻ്റെ ഫോർമാറ്റും അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്ന് എഴുതി വെച്ചാൽ പോലും 8ൽ 6 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് തരുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്തായാലും വരും കേട്ടോ. 3 മാർക്കിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഈസിയാണ്. റേറ്റ് ഇൻറ്റു എമൗണ്ട് ഇൻറ്റു പീരീഡ് ചെയ്താൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് സാക്രിഫൈസിങ് റേഷ്യോ ഓർ ന്യൂ റേഷ്യോ. ഒന്നില്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് പറയും, അല്ലെങ്കിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് പറയും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് രണ്ടും ചെയ്യേണ്ട ഒരു മെത്തേഡ് നിങ്ങൾക്ക് ജസ്റ്റ് അറിയണം. പഠിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്കിലും നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് അഥവാ ടേബിൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. നമുക്കിതിൻ്റെ പ്രോബ്ലംസും ഉണ്ട്, അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻഷിയേറ്റും എന്തായാലും ചോദിക്കും. സോ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുണ്ടല്ലേ. ഈ പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? 2ൽ കൂടുതൽ പേര് ചേർന്ന് നടത്തുന്ന ഒരു കമ്പനി, ഇതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. സോ അതിൻ്റെ അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജോ 3 മാർക്കിന് ചോദിക്കും. നിങ്ങൾ ബിസിനസ്സിൽ പഠിച്ചാണെങ്കിൽ അതേ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇവിടെ എഴുതിയാലും മതിയാവും കേട്ടോ. നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഇതൊക്കെ ബിസിനസ് റിലേറ്റഡ് ആണ്. സോ അതാ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ എടുത്ത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് തരുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ഡിഫൈൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ കണ്ടൻസ് നിങ്ങൾക്ക് ഏകദേശം 6 പോയിന്റ്സ് എങ്കിലും അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ചാൽ നമുക്ക് നോർമലി അറിയാം എന്താണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഓറലോ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടോ എഴുതപ്പെട്ടായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സംസാരത്തിലൂടെയോ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് പ്രിപ്പറേഷൻ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഫോർമാറ്റ് മസ്റ്റായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ആണ് ഡിഫൈൻ ഗുഡ് വില്ല്. ഗുഡ് വിൽ നമുക്ക് നോർമലി അറിയാമല്ലോ എന്താണ് ഈ ഗുഡ് വിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ്, ഇപ്പോൾ നമ്മൾ നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി നല്ലതാണ്, ഇങ്ങനെ കിട്ടും നമുക്ക് സ്പെഷ്യലി കിട്ടുന്ന ഇമേജസിനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ പേരിലായിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ഫുൾ A+ അടിച്ചു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അതെപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു അസറ്റായിട്ട് തന്നെ ഉണ്ടാവും. സോ ഗുഡ് വില്ലിന് എന്താണെന്ന് ചോദിക്കും. 3 മാർക്കിന് ഡിഫൈൻ ചെയ്യൂ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ. നമ്മുടെ ഗുഡ് വില്ലിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് ചോദിക്കും. മസ്റ്റായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് റിക്കോർഡ് അറ്റ് ദി അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറിൻ്റെ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെന്തൊക്കെയാണ്, ഏതൊക്കെ ജേർണൽ എൻട്രി ആണ് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. നെക്സ്റ്റ് ആണ് നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. ഗുഡ് വിൽ വാല്യുവേഷൻ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിക്കും. സോ അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്.
ദെൻ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. നമ്മുടെ ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട് അല്ലേ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 4 ക്യാപിറ്റലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 4 മെത്തേഡ് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഗുഡ് വിൽ എങ്ങനെയൊക്കെയാണ് വാല്യുവേഷൻ ചെയ്യുക, അതിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൻ്റെ ഒരു അണ്ടറിൽ നമ്മുടെ ഗുഡ് വിൽ വാല്യുവേഷൻ എന്ന് പറയുന്നത്. സോ അതെന്തായാലും നോക്കാം കേട്ടോ, അതായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ആ ജസ്റ്റ് ഒരു ഫോമുല അറിയുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോമുല ഇട്ടിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലം കൂടി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫോമാറ്റ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ചില കുട്ടികളുടെ ഡൗട്ടാണ് ഫോമാറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഫിഗർ മാത്രം വരച്ചാൽ പോരാ, അതിനകത്തുള്ള കണ്ടന്റ് അതുപോലെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് ആണ് AFSൽ ചില ഇമ്പോർട്ടൻറ്റ് ജേർണൽ എൻട്രീസ് ഉണ്ട് അല്ലേ, നമ്മൾ ഷുവറായിട്ട് 8 മാർക്കിന് വരുന്ന പറയുന്നത് ജേർണൽ എൻട്രിയാണ്. സോ ആ ജേർണൽ എൻട്രി മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് ഡിഫൈൻ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് എന്താണ് 3 മാർക്കിന് വരുന്നൊരു ചോദ്യമാണ്. സോ അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് മീൻ ബൈ ഫോർഫീച്ചർ ഓഫ് ഷെയർ. ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്, ഇത് 3 മാർക്കിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ മസ്റ്റായിട്ട് പഠിക്കുക. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് ഈ ഒരു പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്, ഇത് 3 മാർക്കിന് ചോദിക്കാനായിട്ട് വരും. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് മീൻ ബൈ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് ചോദിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻഷ്യേറ്റ്, ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പറയാൻ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമുക്ക് ഡബിൾ പാസ് എബവ് മാർക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.